ഇവിടെ SSLC പരീക്ഷാഫലം പുറത്തു വന്നു. വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് ചില വിദ്യാർത്ഥികളെങ്കിലും പോകുന്ന, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക്, വിഷമത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം. അത് +1 സീറ്റുമായി ബന്ധപ്പെട്ടാണ്. മലബാറിലെ സ്കൂളുകളോട്, ഇല്ലെങ്കിൽ മലബാറിലെ ജില്ലകളോട് സർക്കാർ ഈ പിന്തിരിഞ്ഞു നിൽക്കുന്നത്, ഈ സീറ്റ് വിഷയത്തിൽ ഓരോ വർഷവും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, അത് എന്തുകൊണ്ടാണ്? ദാവൂദ് സാർ, അത് നമ്മൾ എല്ലാ വർഷവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളുടെ ഭാവി, ഇല്ലെങ്കിൽ അവരുടെ ഈ ഒരു സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. പിന്നീട് ചിലപ്പം കഴിഞ്ഞ തവണയൊക്കെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോലും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട് മലപ്പുറത്തൊക്കെ. അപ്പം ഇത് വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും അതിലൊരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കോ, ഇല്ലെങ്കിൽ കുറച്ച് തെക്ക് ഭാഗത്ത് ഒരുപാട് സീറ്റുകൾ ബാക്കിയുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്കോ പോലും എത്താത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അതിൽ ഇത്തവണ നമ്മൾ കാണേണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഈ SSLC റിസൾട്ട് വന്ന് ഈ +1 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിയ ശേഷം നമ്മളൊക്കെ ധാരാളം ഇങ്ങനെ വാർത്ത ചെയ്യും, ഡിസ്കഷൻ ആവും. അതിൻ്റെ ഒരു ലാസ്റ്റ് ലെഗിലേക്ക് കടക്കുമ്പോൾ സർക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കുറച്ച് അഡീഷണൽ ബാച്ചസ്, താൽക്കാലിക ബാച്ചസ് കൊടുക്കുക, ഈ സീറ്റുകൾ, നിലവിലുള്ള ബാച്ചുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക. ഇതാണ് സാധാരണ സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരുകൾ ചെയ്തു പോന്നിരുന്നത്. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. SSLCയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ മാർജിനൽ ഇൻക്രീസ് 30%, ഗവൺമെൻറ് സ്കൂളുകളിൽ 30%, എനിക്ക് എയ്ഡഡ് സ്കൂളിൽ 20% തോന്നുന്നു സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലിക ബാച്ചുകൾ തുടരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ട്. അത് ചെറിയൊരു വ്യത്യാസമാണ്. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത്, ഈ 30% സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലബ്ബ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പാഠ്യപദ്ധതിയെക്കുറിച്ചും സിലബസിനെ കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് ലബ്ബ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ലബ്ബ കമ്മിറ്റി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ, ഒരു ക്ലാസ്സിൽ +1 ഒരു ക്ലാസ്സിൽ പരമാവധി 40 കുട്ടികളെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് 50 കുട്ടികളായിക്കഴിഞ്ഞാൽ പുതിയ ക്ലാസ് തുടങ്ങണം, പുതിയ ബാച്ച് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഗവൺമെൻറ് മന്ത്രിസഭ അതിലൊരു തീരുമാനം എടുക്കുന്നു. 40 എന്നുള്ള ലബ്ബ കമ്മിറ്റിയുടെ ശുപാർശ അവർ 50 മാറ്റി. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പരമാവധി എത്ര കുട്ടികൾ? 50 കുട്ടികൾ. അത് നോക്കൂ, ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, സർക്കാർ ചെലവിൽ പ്രവർത്തിച്ച ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ തിരുത്തിക്കൊണ്ട് സർക്കാർ എടുത്തൊരു പൊളിറ്റിക്കൽ ഡെസിഷനാണ്. എന്ത് 40 അവിടെ വെച്ചേക്കൂ, നമുക്ക് 50 എടുക്കാം എന്ന് പറഞ്ഞാൽ 50 എന്ന് പറയുന്നത് മാക്സിമം ആണ്. 50 ഒരു ക്ലാസ്. അതെ. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ 30% ഇൻക്രീസ്, ഇപ്പോൾ 50 കുട്ടികളുള്ള ഒരു സീറ്റിൽ 30% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 65 സീറ്റായി എന്ന് പറഞ്ഞാൽ ഈ മലബാറിലെ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും മൈക്ക് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? ടീച്ചർ ഈ ചെറിയ മൈക്കുമായിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ റെക്കമെൻഡേഷനെ മറികടന്നുകൊണ്ട് സർക്കാർ 50 എന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. പക്ഷേ അതേക്കും മേലെയാണ് ഇപ്പോൾ പോകുന്ന 65 കുട്ടികൾ തിങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവിക്കുന്നത്? അത് ക്വാളിറ്റിയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുകയാണ്. ഇനി നോക്കൂ, അത് ലബ്ബ കമ്മിറ്റി, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കമ്മിറ്റി വിട്ടേക്ക് എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ 65 ഇവർ കാണുന്ന നമ്പർ എന്ന് വിചാരിക്കുക. 65 നമ്പറെങ്കിൽ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം. ഇത് മലബാറിൽ മാത്രമാകാൻ പാടില്ല. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആകുമ്പോൾ പിന്നെ പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ പല സ്കൂളുകളിലും 35 കുട്ടികൾ, 25 കുട്ടികൾ, 20 കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ബാച്ചുകൾ മേർജ് ചെയ്യാൻ പറ്റും. 65 നിങ്ങളുടെ നമ്പറെങ്കിൽ മേർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ റിസോഴ്സ് അധികമായിട്ട് വരും. ആ റിസോഴ്സ് ഇല്ലാത്തടത്ത് റീഡിപ്ലോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാരിൻ്റെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള അവരുടെ ഒരു പ്രോജക്റ്റിനെ തുരങ്കം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വിവേചനം എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, അത് മലബാറിലെ ജില്ലകളിൽ മാത്രമാണ് അത് ഉണ്ടാകുന്നതെന്നുള്ളത്. അത് വിവേചനമായിട്ടേ ഇത് മനസ്സിലാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇടതുപക്ഷ സർക്കാരിനോട് അങ്ങനെ എന്താ പറയുക, അടുത്തു നിൽക്കുന്നറിയപ്പെടുന്ന ഈ കെ സുന്നി വിഭാഗത്തിലെ ഒരു നേതാവാണ്
ഈ സത്താർ പന്തല്ലൂർ അദ്ദേഹം നടത്തിയ പ്രസ്താവന പറയുന്നുണ്ട്, പിന്നെ നികുതി നിഷേധ സമരം ആരംഭിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യക്ഷമായിട്ടുള്ള വിവേചനമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഈ ഇടതുപക്ഷ വിമർശിക്കുകയാണെന്ന് അങ്ങനെ എടുക്കുകയും ചെയ്തു. കാരണം ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രം കുഴപ്പമല്ല, മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കാണണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുള്ളത് മലബാറിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കണം. ഈ ദീർഘകാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകൾ അത് മലബാർ എന്നുള്ളവരാണ്. പക്ഷേ ഇങ്ങനെയാണ് തുടങ്ങിയത്. പല 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 ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മലബാർ എന്ന് പറയുന്നത് തിരുക്കൊച്ചിയാണ് കേരളത്തിൻ്റെ ബേസായിട്ട് പരിഗണിക്കപ്പെടുന്നത്. മലബാർ എന്നുള്ളത് അതിനോട് ചേർക്കപ്പെട്ടതാണ്. ആ നിലക്കൊരു വരത്തൻ പ്രദേശമായിട്ടാണത് നമ്മുടെ ഒരു രാഷ്ട്രീയ മനോഘടനയിൽ അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഹയർ സെക്കൻഡറി കാര്യത്തിൽ സവിശേഷമായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 96-2001 കാലത്ത് ഇ കെ നായനാർ ഗവൺമെൻറ്റാണ് പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യുകയും ഇന്നത്തെ സ്വഭാവത്തിൽ ഹയർ സെക്കൻഡറി ആരംഭിക്കുകയും ചെയ്യുന്നത്. പി ജെ ജോസഫ് ആണെന്ന് മന്ത്രി. പി ജെ ജോസഫ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ചെയ്ത മണ്ടത്തരം എന്ന് തന്നെ പറയുമില്ല, അദ്ദേഹം അഴിമതി നിറഞ്ഞ സമീപനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള സകല പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾക്കും കൂട്ടമായി +2 വാരിക്കോരി കൊടുക്കുകയും ഈ പ്രദേശങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു. അന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ഈ പ്രശ്നം. അത് ഓരോ വർഷവും അതിൻ്റെ ഗ്രാവിറ്റി വർദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പ് വർദ്ധിച്ചു വരികയാണെന്ന് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം ഗൗരവത്തിൽ ഒരു പൊളിറ്റിക്കൽ വില്ലോടുകൂടി ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഇത് വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട റവന്യൂ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വിഭവത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കും. ഒരു ഉദാഹരണം പറയാം. പിന്നെ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് 26 ലക്ഷം മനുഷ്യരുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ 5 താലൂക്കുകളാണുള്ളത്. 5 താലൂക്കുകളാണ്. അപ്പം ജില്ല താലൂക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സിവിൽ അഡ്മിനിസ്ട്രേഷനും റവന്യൂ അഡ്മിനിസ്ട്രേഷനും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ വെഹിക്കിൾസാണത്. 26 ലക്ഷം ജനങ്ങളുള്ള കണ്ണൂരിൽ 5 താലൂക്കുകൾ. അതിൽ തന്നെ മനസ്സിലാക്കണം, 5ാമത്തെ താലൂക്ക് പയ്യന്നൂർ താലൂക്ക് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായത് 2018. അതുകൂടെ അറിയണം. 11 ലക്ഷമാണ് പത്തനംതിട്ടയിലെ ജനസംഖ്യ. പത്തനംതിട്ടയിൽ 6 താലൂക്കുകളുണ്ട്. മനസ്സിലായി. ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളുണ്ട്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്ക്, ഈ പയ്യന്നൂർ ഉണ്ടാകുന്നതിന് മുമ്പേയുള്ള തളിപ്പറമ്പ് താലൂക്ക് ആലപ്പുഴ ജില്ലയേക്കാൾ വലുപ്പമുണ്ട്. സ്വാതന്ത്ര്യം നമ്മുടെ നാട് 1947 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രമേയമുണ്ട്, പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. 2018 അത് യാഥാർത്ഥ്യമാകുന്നത്. മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ കാര്യത്തിലുണ്ട്. പാലക്കാട് ജില്ലയിൽ 6 താലൂക്കാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളൊന്നാണത്. അപ്പോൾ താലൂക്കുകൾ, വില്ലേജ് ഓഫീസുകൾ, ഈ കമ്പൈൻഡ് വില്ലേജ് ഓഫീസുകൾ അതുള്ള അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് മുഴുവൻ കിടക്കുന്നത് മലബാർ ജില്ലകളാണ്. ഹോസ്പിറ്റൽ ബെഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഭരണത്തിൻ്റെ റോഡിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. പക്ഷേ ഇതിൽ പറയുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് മനസ്സിലാവാത്തത്. അതാണ് പ്രശ്നം. സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നാണ് അത് തുറന്നു പറയണം. അതല്ലല്ലോ പറയുന്നത്, വേറെ ഉടായ്പ വർത്താനാണ് പറയുന്നത്. നമ്പർ 1. നമ്പർ 2, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഒരു ജിയോഗ്രഫി മാത്രമാണോ അത് വഹിക്കേണ്ടത്? അതുകൊണ്ടാണ് ഇത് വിവേചനമാണെന്ന് പറയുന്നത്. ഇത് വിവേചനപരമായ സമീപനം. ഇത് പറയുമ്പോൾ ഈ സൈബർ ഇടത്തിൽ വന്നിട്ട് പിന്നെ തെറി വിളിക്കുകയല്ല വേണ്ടത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസന പ്രശ്നമാണ്. ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ടായിട്ട്. ഇപ്പോൾ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? തെലങ്കാന പ്രക്ഷോഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോക്കൂ, നമ്മൾക്ക് ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളുണ്ടായത്. തെലങ്കാനയിലും തെലുഗാണ്, ആന്ധ്രാപ്രദേശിലും തെലുഗാണ്. എന്താണ് തെലങ്കാന മേഖലയിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായിക്കൊണ്ടാണല്ലോ തെലങ്കാന പ്രസ്ഥാനം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അവർ വിവേചനം അനുഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ഒരേ ഭാഷ സംസാരിക്കുന്നവരായിട്ടും അവർ വേറെ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ പ്രശ്നം ഇവിടെ വിദർഭയിലുണ്ട്. മഹാരാഷ്ട്രയിലെ വിദർഭയിൽ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് വിദർഭ പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭരണനിർവഹണത്തിലൊരു വീഴ്ചയാണ്. അത് നമ്മുടെ പല സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ വിദർഭയാണ് മലബാർ.
കേരളത്തിൻ്റെ വിദർഭയാണ് മലബാർ. ഇതൊരു പ്രശ്നമാണെന്ന് അംഗീകരിക്കണം അടിസ്ഥാനപരമായിട്ട്. ഇത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല, അതും കൂടെ മനസ്സിലാക്കണം. മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ എലീറ്റ്സ് തിരുവനന്തപുരത്ത് ഭരണം നിർവഹിക്കുന്ന ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു മനോഘടനയും ഇതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ എന്താണ് എന്ന് അടിസ്ഥാനപരമായി പരിശോധിച്ച് അതിന് അടിസ്ഥാനപരമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാർ കാണിക്കണം. അതിൽ ഏറ്റവും സ്റ്റാർക്കായുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഈ പറയുന്ന 30% വർധനയും അഡീഷണൽ ബാച്ചും എല്ലാം കഴിഞ്ഞാലും 40,000 കുട്ടികൾ സീറ്റില്ലാതെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്ക്. അതുകൊണ്ടാണ് അത് കൂടുതൽ നിഷേധിക്കൽ കൂടിയാണ്. തീർച്ചയായും ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പോൾ അണയിട്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ എന്താണ് അണയിടനെ പോലെ തന്നെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് സ്കോൾ എന്നല്ലേ അതിന് പറയാം, ഈ വിദൂര ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ, സാധാരണ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ സീറ്റ് കിട്ടിയാൽ തന്നെ അതൊരു സമ്മേളന ഹാളാണെന്നേ. ഒന്നും ഓർത്ത് നോക്കൂ, 65-70 കുട്ടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമ്മേളന ഹാളുകളാണ്. ഇതെന്തുകൊണ്ട് ഈ ഒരു പ്രദേശത്തെ ആളുകളോട് മാത്രം ഈ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യത്തെ ഈ അഭിമുഖീകരിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അജംസ്, ഈ വിവേചനം പറഞ്ഞു വന്ന വിവേചനം നമ്മൾ പല വിഷയങ്ങളിലും ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇത് കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് ലീഗിൻ്റെ മന്ത്രി ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതേ നിലവാരത്തിൽ ഇന്ന് വി ശിവൻകുട്ടി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. കാരണം മലപ്പുറം എന്നുള്ളൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിനെ അങ്ങനെയാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടറോടാണ് സംസാരിച്ചത്. അപ്പം അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം വിദ്യാഭ്യാസ കാര്യത്തിൽ അങ്ങനെയുള്ള സംസാരം അതും മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത് വളരെ ഒരു 2006-2011 കാലഘട്ടത്തിലാണ് ഈ മലബാറിലൊരു വിവേചനം ഉണ്ടെന്ന് മലബാറുകാർക്ക് തോന്നുന്നത് ആ സമയത്താണ്. ആ സമയത്ത് ഈ ഫേസ്ബുക്ക് ഒന്നും അങ്ങനെ ആക്റ്റീവ് അല്ല, ഓർക്കുട്ടാണ് അന്നൊരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ. അപ്പോൾ അന്ന് മലബാറിൽ ഇങ്ങനെ ഒരു വിവേചനമുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ പറയുകയാണെന്നിരിക്കട്ടെ, എക്സ് ഓർ വൈ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒന്നുകിൽ അയാളെ മത തീവ്രവാദി എന്ന് വിളിക്കും, അതല്ലെങ്കിൽ അയാളെന്താണ് ഈ സെസഷനിസ്റ്റ് എന്താ പറയുക വിഘടനവാദി എന്ന് വിളിക്കും. കാരണം ഈ മലബാർ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് ഇവർ കേരളത്തെ വെട്ടിമുറിക്കാൻ. ഇത് വിളിക്കുന്നത് ആരാണ്? ഈ വലതുപക്ഷ സംഖ്യകളൊന്നും അല്ല വിളിക്കുന്നത്, പുരോഗമന ഇടതുപക്ഷക്കാർ വിളിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചിട്ടുണ്ടല്ലോ, മരിക്കുന്നതിന് കോടിയേരി ബാലകൃഷ്ണൻ ഈ ആവശ്യം ഉന്നയിച്ചവരെ എന്താണ് കേരളത്തെ വിഘടിപ്പിക്കാൻ നടക്കുന്നവരാണ്. അത് മലബാറിന്റെ വിവേചനം പറഞ്ഞിട്ടില്ല, മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒന്നാലോചിച്ച് വെക്കുക, മധ്യ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഒരു ജില്ലയാണ് എറണാകുളം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ജില്ല വേണം, ഇടുക്കി ജില്ലയുടെ കുറച്ച് ഭാഗവും മൂവാറ്റുപുഴയും ചേർത്ത് ഒരു ഇടുക്കി ജില്ല വേണമെന്നുള്ള ഒരു കമ്മീഷൻ, ബാബു പോൾ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ട്. അങ്ങനെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞൊരു ജില്ലയാണ് എറണാകുളം. മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് സെൻസസ് പ്രകാരം 40 ലക്ഷത്തിന് മുകളിലാണ് അവിടുത്തെ ജനസംഖ്യ. ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു 1/2 കോടിയിൽ മുകളിൽ പോയിട്ടുണ്ടാവും. ഒരു ജില്ലയിൽ 1/2 കോടി മനുഷ്യരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. അസാധ്യമാണ്. അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അസാധ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞാൽ അതെന്തോ ഏതോ മതസമുദായത്തിന് വേണ്ടി വിഭജിക്കണമെന്നാണ്. ഇനി വേറൊരു കൊണോട്ടേഷൻ ഉണ്ട്. ഈ മലബാറിലേക്ക് വിവേചനം ഉണ്ടെന്ന് പറയുമ്പോൾ മലബാർ എന്ന് പറഞ്ഞാൽ എന്തൊരു മുസ്ലിം റീജിയനാണ് എന്നൊരു ധാരണയുണ്ട്. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ, മലബാർ റീജിയൻ അങ്ങനെ അല്ലല്ലോ. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയെ പറ്റി പറയുമ്പോൾ ഇതൊരു മുസ്ലിം ജില്ലയാണെന്നാണ് ഞങ്ങൾ തെക്കന്മാരുടെയൊക്കെ ഒരു വിചാരം. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മുസ്ലിം, ആക്ച്വലി ഇതൊരു മുസ്ലിം ജില്ലയല്ല. അപ്പോൾ ഇവിടേക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊക്കെ വിഷമമാകും, മറ്റ് സമുദായങ്ങളെ സത്യത്തിൽ സീരിയസ് ആയിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ വിചാരം മലബാറിലേക്ക് ഇപ്പോൾ ഒരു സ്കൂൾ കൊടുത്തു, അല്ല ഇപ്പോൾ 10-40,000 കുട്ടികൾ പുറത്ത് നിൽക്കുകയാണ്, 40,000 കുട്ടികൾക്ക് പഠിക്കാൻ ഇത്ര സ്കൂൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്ര സീറ്റ് ആവശ്യമുണ്ട്, ഇത്ര ബാച്ച് ആവശ്യമുണ്ട്, ഇത്ര ടീച്ചർമാർ വേണം, അത് അനുവദിക്കാമെന്ന് തീരുമാനിച്ചാൽ മറ്റുള്ളവർ ഈ ആരാണ് ഈ മറ്റുള്ളവരെന്നാണ് ഈ രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവിടെ NSSന്റെ ആളുകളില്ലേ, മലബാറിൽ NSSകാരില്ലേ, SNDP മലബാറിൽ ഇവര് ഹയർ സെക്കൻഡറി ബാച്ചുകൾ മുഴുവൻ NSS സ്കൂളുകൾ അനുവദിച്ചോട്ടെ, അങ്ങനെ എന്നാലും പ്രശ്നമില്ല. അല്ല, ഇതിലെ വേറൊരു തമാശ, ഇന്ന് രാവിലെ എന്നെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വാർത്ത കണ്ടിട്ട് വിളിക്കുകയാണ്. മൂപ്പര് പറയുന്നത് വെച്ചാൽ ഈ അബ്ദുറബിന്റെ കാലത്ത്, അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല, ഇതിപ്പോൾ CPM ഭരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല, ലീഗ് ഭരിച്ചാൽ ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ PK അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഈ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അപ്പോൾ മലബാറിൽ കുറച്ച് സീറ്റുകളും ബാച്ചുകളും അനുവദിക്കണം, കുറച്ച് ബാച്ചുകൾ അനുവദിക്കണം.
അപ്പോൾ അത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. മന്ത്രിസഭയും കൂടി ഇതൊന്നും തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 10 അനുവദിക്കുമ്പോൾ ഒരു 5 തെക്കൻ കേരളത്തിൽ അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്നത് സർക്കാർ സ്കൂളിലേക്കല്ല, എയ്ഡഡ് സ്കൂളിലേക്കാണ്. ഈ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർക്കാർ സ്കൂൾ പൂട്ടി കൊണ്ടുവരും. ഈ അവസ്ഥ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാച്ചിൽ 20 കുട്ടികളെ കൂടുതലില്ലാത്ത സർക്കാർ സ്കൂൾ ധാരാളമാണ് +2. അപ്പോൾ ഇത് ഒരു തരത്തിലും സയന്റിഫിക് അല്ലാത്ത, തികച്ചും പൊളിറ്റിക്കലി എന്ന് പോലും പറയാൻ പറ്റില്ല, കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഭരണ നിർവഹണമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇതിപ്പോൾ ദാവസായി പറഞ്ഞ പോലെ ഇത് +2 മാത്രം പ്രശ്നമേ അല്ല. തനിക്ക് തന്നെ അറിയാലോ, ധന്യ മലബാറുകാരിയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡുകൾ നമ്മൾ കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഈ മലബാറിലെ റോഡുകൾ എങ്ങനെയാണ്, മലബാറിലെ സർക്കാർ ഓഫീസുകൾ എങ്ങനെയാണ്, ഇനിയും വേണ്ടത്ര ഡിജിറ്റലൈസേഷൻ നടക്കാത്ത വില്ലേജ് ഓഫീസുകളുള്ളത് മലബാറിലാണ്. ഈ ഗതി കേട്ട് തലസ്ഥാനം കാസർഗോഡാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തണ്ടപ്പേര് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടോ, അത് മലബാറിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. സീരിയസ്ലി, തണ്ടപ്പേര് എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയുടെ ഒരു നമ്പറാണ്. ആ ഭൂമി ആരുടെ ഉടമസ്ഥതയിലാണ് എന്നുള്ളത് റവന്യൂ വകുപ്പിനെയും രജിസ്ട്രേഷൻ വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നമ്പറാണത്. ഈ സംവിധാനം മലബാറിൽ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അത്രമാത്രം ഈ കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന അതേ ഭരണ നിർവഹണ സംവിധാനം, അതേ പശ്ചാത്തല സൗകര്യങ്ങൾ, അതേ വികസന കാഴ്ചപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഹൈവേ, നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് സഞ്ചരിക്കുന്നത് കൊച്ചി പൻവേൽ ഹൈവേയിലൂടെയാണ് അല്ലേ? നമ്മൾ തലശ്ശേരി മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിതൊരു ഹൈവേ ആണെന്ന് തോന്നാറുണ്ടോ? എത്ര വർഷം, അതായത് ഒരു പഞ്ചായത്ത് റോഡിന്റെ പോലും വീതിയില്ലാതെ ഈ കൊച്ചി പൻവേൽ ഹൈവേ അല്ലാതെ ഞാൻ പറയണത് അങ്ങനെ എത്ര നാൾ കിടന്നു. അതിൽ ആർക്കും ഒരു അസ്വസ്ഥത തോന്നി. ഇപ്പൊ പിണറായി വിജയനൊക്കെ കാറിൽ പോകുന്ന അതിലേ ആയിരുന്നില്ലേ, കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിക്കുന്ന അതിലായിരുന്നു. ഇവർക്കൊന്നും അതൊരു നയനാര് പോയിക്കൊണ്ടിരുന്നില്ലേ, ഇവർക്കൊന്നും അതൊരു പ്രശ്നമായി തോന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത്, ഞാനത് മലബാറുകാർ കുറ്റം പറയല്ല. ഇപ്പൊ കൊച്ചി തിരുവിതാംകൂറുകാർക്ക് അവരെ സംബന്ധിച്ച് അവർ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നില്ല, അവരൊരു സാമന്ത നാട്ടുരാജാക്കന്മാരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പാർഷ്യൽ ജനാധിപത്യം അവിടെയുണ്ട് ഒരർത്ഥത്തിൽ. ഇവിടെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുകയാണ്. ഈ ഒരു ബോധമുണ്ടല്ലോ, ഞങ്ങളെന്തോ കുറഞ്ഞവരാണെന്നുള്ള ബോധം മലബാറുകാർക്ക് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അവിടെയാണ് സംഭവിക്കില്ലല്ലോ, തെക്കൻ കേരളത്തിൽ സംഭവിക്കില്ല. അപ്പോൾ സ്വന്തം അവകാശത്തിന് വേണ്ടി ചോദിക്കാനും, ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉണ്ട് മലബാറിൽ. ഇതിൻ്റെ അണികൾക്കൊരു കാര്യം ഉണ്ടാവില്ല, അല്ല സഖാവേ, അല്ല സാഹിബേ, അല്ല നേതാവേ, നമ്മൾ ഇതെങ്ങനെയാണെന്ന് അവരാ ചോദിക്കണ്ടേ. അവരുടെ കുട്ടികൾ ഇതേ സ്കൂളിലല്ലേ പോകുന്നത്, അവരും കാർ വാങ്ങി ഇതേ റോഡിലൂടെയല്ലേ ജീവിക്കുന്നത്, അവർ വീട് വെച്ച് താമസിക്കുന്നത് ഇതേ വില്ലേജ് ഓഫീസിൻ്റെ താലൂക്കിൻ്റെ കീഴിലല്ലേ. അവർക്ക് അവരുടെ രാഷ്ട്രീയക്കാരോട് ചോദിക്കാമല്ലോ, ഇതെന്താ ഇങ്ങനെ, അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ കൊച്ചി പോയപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത് ചോദിക്കാതെ എങ്ങനെയാണ് നന്നാവുക? എനിക്കതാണ് തോന്നുന്നത്. ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം.